കുറച്ചു നാൾക്ക് മുൻപ് ആലപ്പുഴയിൽ നടന്ന ഒരു അപകടം നമ്മളാരും മറന്നിട്ടുണ്ടാവില്ല. കുറച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ അന്ന് ആ അപകടത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നു. ഏതാനും ദിവസം മാത്രം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിന്റെ കുടുംബത്തിന് വീട് വാങ്ങി നൽകിയിരിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും ചേർന്ന്. വാഹനാപകടത്തിൽ മരിച്ച ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥി ആയുഷ് ഷാജിയുടെ രക്ഷിതാക്കൾ ഇനി സ്നേഹത്തണലിലാണ്. കഴിഞ്ഞ ഡിസംബറിലെ മഴയുള്ള ഒരു രാത്രിയിലാണ് ആയുഷ് ഷാജിയും 5 കൂട്ടുകാരും അപകടത്തിൽ മരിച്ചത്. 5 മാസത്തിനിപ്പുറം വീണ്ടും ഒരു മഴക്കാലമെത്തി. സങ്കടം ഒരിക്കലും പെയ്തു തോരില്ലെങ്കിലും ആയുഷിന്റെ അച്ഛനും അമ്മയ്ക്കും അല്പം ആശ്വസിക്കാം. ജന്മനാട്ടിൽ സ്വന്തം വീടെന്ന ആയുഷിന്റെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുന്നു. അവൻ്റെ ക്ലാസ്സിലെ പിള്ളേരെല്ലാം കൂടെ, അവൻ്റെ ബാച്ചിലെ പിള്ളേരും അവൻ്റെ പ്രൊഫസർമാരും പ്രിൻസിപ്പളും എല്ലാം കൂടി ഞങ്ങൾക്കൊരു വീട് വാങ്ങിച്ചു തന്നു. ഒത്തിരി താങ്ക്സ്. കുട്ടനാട് സ്വദേശികളായ കുടുംബത്തിന് ചെങ്ങന്നൂർ മുളക്കുഴയിലാണ് 1/4 കോടിയിലധികം രൂപ മുടക്കി വീട് വാങ്ങിയത്. താക്കോൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ കൈമാറി. ആ കുട്ടിയുടെ മാതാപിതാക്കളെ ഇൻഡോറിലായിരുന്നതുകൊണ്ട് നാട്ടിൽ ഒരു വീട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരു നടപടി എന്ന നിലയ്ക്ക് ഞങ്ങൾ ആ വിദ്യാർത്ഥിയാണ് പ്രയോറിറ്റൈസ് ചെയ്യുകയും ആ വിദ്യാർത്ഥിക്ക് ഒരു വീട് നൽകാം എന്ന് ഒരു ധാരണയാവുകയും ചെയ്തു. ആയുഷിന്റെ സഹപാഠികളും അവരുടെ രക്ഷിതാക്കളും ചേർന്നാണ് പണം കണ്ടെത്തിയത്. 25 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റൂ. 7 സെന്റ് സ്ഥലവും 1250 സ്ക്വയർ ഫീറ്റുമുള്ള ഈ ഒരു ബിൽഡിങ് ഇന്ന് അവർക്ക് തലചായ്ക്കുവാനായി നമ്മൾ നൽകുകയാണ്. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നിരന്തര ഇടപെടലിനെ തുടർന്ന് മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ആരോഗ്യ സർവകലാശാല 5 ലക്ഷം രൂപ വീതം നൽകിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, ഒരു പക്ഷേ ആയുഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ച് ജോലി വാങ്ങി അച്ഛനമ്മമാർക്ക് ഇങ്ങനെ ഒരു വീട് വെച്ച് ആ വീട്ടിലേക്ക് അവരെ കയറ്റണം എന്നതായിരിക്കാം ആയുഷിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, അതായിരുന്നായിരിക്കാം. പക്ഷെ ആയുഷ് ഇപ്പോൾ ആ അച്ഛനമ്മമാരോടൊപ്പം ഇല്ല. പക്ഷേ അവൻ്റെ ആ സ്വപ്നം അവൻ്റെ സഹപാഠികൾ മറന്നില്ല, അവൻ്റെ അധ്യാപകർ മറന്നില്ല എന്നതാണ്. ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അതെ സന്ധ്യ, ഒരുപാട് സന്തോഷം തോന്നണം എല്ലാവർക്കും. കാരണം ഈ ആയുഷിനെ ഇപ്പോൾ സഹായിച്ച കൂട്ടുകാരോടൊപ്പം 1 മാസം പോലും ചെലവഴിച്ചിട്ടുണ്ടാവില്ല. ആയുഷ് എന്താണെന്നോ ആയുഷിൻ്റെ ദുഃഖങ്ങൾ എന്താണെന്നോ സന്തോഷങ്ങൾ എന്താണെന്നോ ഈ കൂട്ടുകാർക്കൊട്ട് അറിയത്തുമില്ലായിരുന്നു. പക്ഷേ ആയുഷിൻ്റെ മരണശേഷം അല്ലെങ്കിൽ ആയുഷിനോടൊപ്പം മരിച്ച മറ്റ് 5 കുട്ടികൾ കൂടിയുണ്ട്. അവരുടെയൊക്കെ വീടുകൾ എത്തിയപ്പോഴായിരുന്നു ഈ കുട്ടികൾ എത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മറ്റു ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ എന്തെല്ലാമായിരുന്നു ഇവരുടെ പ്രശ്നങ്ങളെന്ന് ഇവർ തിരിച്ചറിയുകയും അത് കാണുകയും ചെയ്തത്. വെറുതെ കണ്ടവർ മടങ്ങുകയല്ല ചെയ്തത്. തിരിച്ചെത്തി കൂട്ടുകാരോട് ആലോചിച്ചു, വീട്ടുകാരോട് ആലോചിച്ചു, അധ്യാപകരോട് ആലോചിച്ചു. എല്ലാവർക്കും അക്കാര്യത്തിൽ ഇവരെ എല്ലാവരെയും സഹായിക്കണം എന്നുള്ള കാര്യത്തിൽ ഏക അഭിപ്രായമായിരുന്നു. നമുക്കറിയാം 5 മാസമേ ആയുള്ളൂ, പഠിക്കുന്ന കുട്ടികളാണ് എന്ന് മാത്രവുമല്ല ആയുഷിനെയൊക്കെ പോലെ തന്നെ അത്ര വലിയ സമ്പന്നരുള്ള ആളുകളൊന്നുമല്ല, എല്ലാം സാധാരണക്കാരായ കുട്ടികളൊക്കെയാണ് ഭൂരിഭാഗവും. അവരൊക്കെ കൂടെ ചേർന്നാണ് ഈ 25 ലക്ഷം രൂപ മുടക്കി ചെങ്ങന്നൂരിൽ, കുട്ടനാട്ടിലായിരുന്നു ആയുഷിൻ്റെ വീട്. ആയുഷിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ നമ്മളൊക്കെ പോയതാണ്. വളരെ ഒരു തോടിൻ്റെ, കുട്ടനാടിൻ്റെ എല്ലാ ഭൂപ്രകൃതിയുമുള്ള ഒരു സ്ഥലത്തായിരുന്നു ആ വീട്. അവിടെ എത്തിപ്പെടാൻ തന്നെ അല്പം ബുദ്ധിമുട്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മാറി നല്ലൊരു പശ്ചാത്തല സൗകര്യമുള്ളൊരു വീടാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു 2 ആഴ്ച മുമ്പാണ് ആയുഷിനും ഒപ്പം തന്നെ ആയുഷിനോടൊപ്പം മരിച്ച മറ്റു സഹപാഠികൾക്ക് ആരോഗ്യ സർവകലാശാലയിൽ നിന്ന് 5 ലക്ഷം രൂപ ഈ കുടുംബങ്ങൾക്കൊക്കെ നൽകിയത്. അതിലും ഈ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അവിടുത്തെ അധ്യാപകരുടെയും ഒരു വലിയ പങ്കുണ്ട്. കാരണം ആരോഗ്യ സർവകലാശാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ സർവകലാശാലയിൽ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മരിച്ച വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു സാമ്പത്തിക സഹായം നൽകുന്നത്. എന്തായാലും ആ കുട്ടികളെയും രക്ഷിതാക്കളെയും അവിടുത്തെ അധ്യാപകരെയും നമ്മൾ അക്ഷരാർത്ഥത്തിൽ അവർക്ക് വലിയൊരു താങ്ക്സോ അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുകയോ ചെയ്യേണ്ടതാണ്. കാരണം കുറച്ച് ദിവസങ്ങൾ മാത്രം പരിചയമുണ്ടായിരുന്ന ആ കുട്ടികൾക്ക് വേണ്ടി, ആ കുട്ടികൾ മരിച്ച ശേഷം അവരുടെ രക്ഷിതാക്കൾക്ക്, ആ കുട്ടികൾ ജീവിച്ചിരുന്നപ്പോൾ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ രക്ഷിതാക്കൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നോ അതിൻ്റെ ഒരു 10% അല്ലെങ്കിൽ 1% ചെയ്തു കൊടുക്കാനുള്ള അത് തന്നെയാണ് രഘു. അതായത് രഘു പറഞ്ഞതുപോലെ തന്നെ ആയുഷിനെ ഈ സഹപാഠികൾക്ക് വളരെ കുറച്ച് നാളായിട്ടേ പരിചയമുള്ളൂ, അല്ലെങ്കിൽ ആയുഷിനെ അറിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
മനുഷ്യൻ ഒപ്പമുള്ളവരെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴാണ് ശരിക്കും മനുഷ്യനാകുന്നത്. ഈ സഹപാഠികൾ ആയുഷ് വളരെ കുറച്ച് നാളത്തെ പരിചയമുണ്ടെങ്കിൽ പോലും ആയുഷിന് വേണ്ടി മരണത്തിന് ശേഷം അവൻ്റെ വീട്ടുകാർക്ക് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ആ കുടുംബത്തിന് വേണ്ടി ചെയ്തു എന്നത് വളരെ വലിയൊരു കാര്യമാണ്. ആ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വലിയൊരു കയ്യടി നൽകുകയാണ്, നിങ്ങളുടെ മനസ്സിന് മുന്നിൽ നമിക്കുകയാണ്. ശരി.